ഈ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെയും മാംസം സൂക്ഷിക്കുന്നവരെയും സാക്ഷര കേരളത്തിൽ ആരും തല്ലിക്കൊല്ലില്ല. നോ വൺ ഇൻ ലിറ്ററേറ്റ് കേരള വിൽ അറ്റാക്ക് ഓർ കിൽ ദ ട്രേഡേഴ്സ് ഹു ആർ ഡൂയിങ് ദിസ് ബിസിനസ് ആൻഡ് സ്റ്റോറിങ് ദ മീറ്റ്. ഇറച്ചിയുടെ പേരിൽ ആളുകളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ മാത്രമേ കേട്ടുകേൾവിയുള്ളൂ. We have heard only in our country people being killed and attacked in the name of meat, dress and belief. മണിപ്പൂരിലും ഗുജറാത്തിലും ഡൽഹിയിലും വലിയ കലാപമുണ്ടായിട്ട് ഇന്ത്യൻ മീഡിയ അറിഞ്ഞിട്ടില്ല. The Indian media has not been well aware of the major riots in Gujarat, ഡൽഹി ആൻഡ് മണിപ്പൂർ. ഒന്നിനും തെളിവുകളുമില്ല, സാക്ഷികളുമില്ല, കണ്ടു നിൽക്കുന്നവർക്കാണെങ്കിൽ മനുഷ്യത്വവുമില്ല. ദർ ഈസ് നോ എവിഡൻസ് ഫോർ എനിത്തിങ്, നോ വിറ്റ്നസ് ഫോർ എനിത്തിങ്, ആൻഡ് ദോസ് ഹു ആർ വാച്ചിങ് ദിസ് ഇൻസിഡൻസ് ഹാവ് നോ ഹ്യൂമാനിറ്റി ആൾസോ. പോലീസിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും നാണക്കേടും അറപ്പും തോന്നുന്നത് ഇതുകൊണ്ട് ഒക്കെ തന്നെയാണ്. That is why we feel ashamed of our police and political system in our country. പണ്ട് മുതലേ മനുഷ്യർ ശീലിച്ചതല്ലേ മീൻപിടുത്തവും വേട്ടയാടലും കൃഷി ചെയ്യലുമൊക്കെ. Haven't human being accustomed to hunting, fishing and farming since ancient times? പിന്നെ എങ്ങനെയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാംസം തിന്നുന്നത് വലിയ പാപമായി തുടങ്ങിയത്? Then after, how did the eating of meat become a great sin? ആളുകൾ മനസ്സിലാക്കിയ മതവിശ്വാസവുമായി അവർ ജീവിക്കട്ടെ. Let the people live with the various religion that they have understood. മറ്റു മതക്കാർക്ക് മാംസം അനുവദനീയമാണെങ്കിൽ അവർക്കത് കഴിച്ചുകൂടെ? If the meat is permitted for other religion by their law, can't they be allowed to eat it? നമ്മൾ മാംസം തിന്നുന്നില്ല എന്നു കരുതി മാംസം തിന്നുന്നവരുടെ മനസമാധാനം നമ്മൾ കളയണോ? We don't eat meat, but should we ruin the peace of mind of the people who eat meat every day?